ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ പലർക്കും എഴുതാൻ അറിയില്ലാത്ത എന്നാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് 8 മാർക്കിൻ്റെ പോയം ആപ്രിസിയേഷൻ. പോയം ആപ്രിസിയേഷൻ ആ ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ എല്ലാ തവണയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിമുട്ടിയൊക്കെ കാണിച്ചു വയ്ക്കും, നമ്മുടെ പേപ്പർ വരുമ്പോൾ നമുക്കതിൽ മാർക്ക് ഉണ്ടാവില്ല. കാരണം പോയം ആപ്രിസിയേഷൻ എഴുതേണ്ടതിനൊരു രീതിയുണ്ട്. അതൊരു 4 പാരഗ്രാഫ്സ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ 4 പാരഗ്രാഫ് മാത്രമാക്കിയതുകൊണ്ട് കാര്യമായില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാം. അതിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു 8 മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ 8 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടും. നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. നമ്മുടെ +1 ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ താഴെക്കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് +1 മെസ്സേജ് അയച്ചാൽ മതി. +2 ഉണ്ട്, +1 ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ജോയിൻ ചെയ്താൽ പഠിച്ചു തീരുമെന്ന് ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങളുടെ പഠിച്ചു തീരും. ആ രീതിക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞു പോയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നോക്കാം. പോയം ആപ്രിസിയേഷൻ 4 പാരഗ്രാഫ്സ് ആയിട്ട് വേണം എഴുതാൻ. മിനിമം 4 പാരഗ്രാഫ് എങ്കിലും ആക്കണം. ഓക്കെ, ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതണം എന്നുള്ളതാണ് ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് എബൌട്ട് ദ പോയറ്റ് ആൻഡ് ദ പോയം. പോയത്തിനെ പറ്റിയിട്ടും പോയറ്റിനെ പറ്റിയിട്ടും വേണം എഴുതാൻ. സോ അതെങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം അല്ലേ. ദ പോയം ഈസ് റിട്ടൺ ബൈ, അതായത് ഇപ്പോൾ ദ പോയം ഏത് പോയം ആയിക്കോട്ടെ, സൺറൈസ് ഓൺ ദ ഹിൽസോ എനി വുമൺ എന്തോ ആയിക്കോട്ടെ, ദ പോയം. സോ ഇന്ന പോയം ഈസ് റിട്ടൺ ബൈ, അതാരാണ് എഴുതിയത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ്, ആരാണോ ഈസ് റിട്ടൺ ബൈ ഇന്ന വ്യക്തി. ഓക്കെ, അത് എഴുതണം. എന്നിട്ട് ദിസ് പോയം ഈസ്, ഇപ്പോൾ ഇഫ് എന്ന പോയക്കാണെങ്കിൽ അല്ലെങ്കിൽ ഡെത്ത് ദ ലെവലർ ആണെങ്കിൽ ദിസ് പോയം ഈസ് എ, അതിൽ പറയുന്നുണ്ടല്ലോ അത് എന്ത് ടൈപ്പ് പോയാണ് അതിൽ പറയുന്നുണ്ടല്ലോ. ഓരോ പോയതിന് ഓരോ രീതി ഉണ്ടല്ലോ. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് ദിസ് പോയം ഈസ് എ ഫ്യൂണറൽ സോങ് എന്നുണ്ട് അല്ലേ, ഫ്യൂണറൽ സോങ് ആണെന്നൊക്കെ ഉണ്ട്. സോ ഓരോ പോയത്തിനെയും പറ്റിയിട്ട് അതിന് ആ ഒരു ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സോ അല്ലെങ്കിൽ ദിസ് പോയം ആ ഒരു മദറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈസ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ യുണീക്ക് ആകേണ്ടത് എന്താണോ ആ ഒരു പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ, അതൊക്കെ നമ്മൾ എടുത്തെഴുതാം. ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ്, ഈ പോയത്തുള്ള പോയറ്റ് ഇന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വേണ്ടത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെയാണോ പോയം ആപ്രിസിയേഷൻ എഴുതിക്കൊണ്ടിരുന്നത്? അങ്ങനെ അല്ലെങ്കിൽ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മൾ പോയത്തിൻ്റെ സമ്മറി എഴുതേണ്ടത്. സമ്മറി മീൻസ് ലൈൻ ബൈ ലൈൻ മീനിങ്, ഓരോന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതണം? പോയറ്റിക് ഡിവൈസസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ പോയറ്റിക് ഡിവൈസസ് എഴുതുമ്പോൾ ആദ്യം തന്നെ ഒരു ഇൻട്രോ കൊടുക്കാം. ദ പോയറ്റിക് ഡിവൈസസ് ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോയം. ദ പോയം ഹാസ് എ റൈം സ്കീം. പോയത്തിൻ്റെ റൈം സ്കീം ഇതാണ്. ഇപ്പോൾ ABCD എന്താണോ അത് പോയം നമുക്ക് കാണുമ്പോൾ അറിയാലോ, അതാണ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ്, നമുക്ക് അങ്ങനെ ചേർക്കാം. ദിസ് പോയം ഷോസ് എ വൈബ്രൻറ്റ് ഇമാജിനേഷൻ ഓഫ് ദ പോയറ്റ്, അങ്ങനെയും എഴുതാം. ദ സ്റ്റൈൽ ഈസ് സ്മൂത്ത് ആൻഡ് ക്ലിയർ, അല്ലേ, ഇത് വളരെ സ്മൂത്ത് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പോയമാണ്. The poem has a charm that keeps the readers under his custody. It has a freshness of outlook even when the theme is universal. The visual imagery makes a fascinating appeal in the minds of reader. Some of the important imageries are, അതിൽ എന്തെങ്കിലും ഇമേജറീസ് ഉണ്ടെങ്കിൽ ആ ഇമേജറീസ് നമുക്ക് എടുത്തെഴുതാം. സിമിലി ഉണ്ടെങ്കിൽ സിമിലി എഴുതാം. മെറ്റഫർ ഉണ്ടെങ്കിൽ മെറ്റഫർ എടുത്തെഴുതാം. പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതാം. അങ്ങനെ പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മൾ തേർഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. ദെൻ ഫോർത്ത് പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് മെസ്സേജ്. ഈ പോയറ്റ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ആ പോയത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടാകുമല്ലോ, അതാണ് നമ്മൾ ഫോർത്ത് പാരഗ്രാഫിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതിയിട്ട് ഇതിനൊരു ഹെഡിങ് കൊടുക്കണം കേട്ടോ. എന്താണോ ആ പോയത്തിൻ്റെ പേര്, അതാണെങ്കിൽ ദ ലെവൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മാത്രമാണ് പോയം ആപ്രിസിയേഷന് നിങ്ങൾക്ക് നിങ്ങളുടെ 8 മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത്തവണ ഇനിയിപ്പോൾ മോഡൽ എക്സാമിന് മുതൽ നിങ്ങൾ ഇതേപോലെ വേണം പോയം ആപ്രിസിയേഷൻ എഴുതാൻ. ഇനിയിപ്പോൾ കമ്പാരിസൺ ആണെങ്കിൽ ഈ ഓരോ പാരഗ്രാഫിലും 2 പോയത്തിനെ പറ്റിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ പോയറ്റിക് ഡിവൈസ് ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. മൈ ഫേവറേറ്റ് ലൈൻസ് ആർ, ഈ ഒരു പോയത്തിൽ എൻ്റെ ഫേവറേറ്റ് ലൈൻസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഫേവറേറ്റ് ലൈൻസും കൂടി എടുത്ത് കോട്ട് ചെയ്യാം കേട്ടോ. അതുകൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ എഴുതിയാലും നിങ്ങളുടെ ആപ്രിസിയേഷൻ മാർക്ക് പോവില്ല കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയൊന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഒന്ന് അറിയിക്കുക. താങ്ക്